എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വിഭവമായിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുളക് ബജിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് ബജിക്ക് പറ്റിയ ടൈപ്പുള്ള മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള മുളകാണ്. അത് നമ്മളൊരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. മുളക് ബജി ഉണ്ടാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മുളക് ബജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കണം. ആ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ മുളകൊന്ന് വരഞ്ഞിട്ട് അതിൻ്റെ മുളകിൻ്റെ ഉള്ളിൽ നമ്മൾ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ആ മിക്സിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പുളി, അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി നമ്മൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച്, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ, ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ സ്പൂണിലാണ് ഒഴിക്കുന്നത്. എന്താ വെച്ചാൽ അളവ് കൂടി പോകേണ്ട വെച്ചിട്ടാണ്. പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പുളിയും മുളകും ഉപ്പും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മുളക് ബജിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുളി, ഉപ്പ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് നമ്മുടെ മുളക് ബജിക്കുള്ള മുളകിലൊന്ന് ഒരു വരയിട്ടിട്ട് തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ മുളകെല്ലാം റെഡിയാണ് കേട്ടോ ഇവിടെ. ഇനി ഇത് നമുക്ക് ഒരു വരയിട്ട് കൊടുക്കണം. അതിൽ നമ്മുടെ മിക്സ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടേ ഇതിലേക്ക് ഞാനൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നിത് പൊളിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. നന്നായി ഇതിൻ്റെ ഉള്ളിൽ പിടിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഒന്ന് പിടിക്കണ വരെ അത്യാവശ്യം നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരുവിധം ആയിട്ടുണ്ട്. ഉൾഭാഗത്തൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഫില്ല് ചെയ്യണത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുളകും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് എല്ലാം നമ്മൾ മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഇതിനുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ മുളകിൽ എരിവുള്ള കാരണം, നമ്മൾ മിക്സിൽ എരിവുണ്ട്, അത് കാരണം നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് ഒരു നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അരിമാവ്, അതായത് നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ അരച്ച മാവ് ഉണ്ടാവില്ലേ, അപ്പം 4 ടീസ്പൂൺ അരിമാവും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുളക് ബജിക്കുള്ള ബാറ്റർ, നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടലമാവ്, ഉപ്പ്, കായപ്പൊടി, മുളക് പൊടി, വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ്, അത്യാവശ്യം എണ്ണ വേണം കേട്ടോ. നമുക്ക് മുളക് ബജി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണ അതിൽ മുങ്ങി കിടക്കണം. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സ് തുടങ്ങാം കേട്ടോ. നമ്മൾ മാവിലേക്ക് നമ്മുടെ ഫില്ല് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുളക് ഒന്ന് മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാവ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം കേട്ടോ. നമ്മൾ ആ ഒരു വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് മാവ് ഇറങ്ങി ചെല്ലണം. ആ രീതിയിൽ നമ്മൾ മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു മീഡിയം ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്ലെയിമിൽ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്.
എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണമാണ് ഇതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എണ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുളക് ബജി. നമ്മുടെ എണ്ണയിലേക്ക് നമ്മൾ 2 മുളക് ബജിയും കൂടി മാവിൽ മുക്കി നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫൈനലി നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയാണ്. കാരണം നമ്മളതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ജസ്റ്റ് മുളക് അതിൻ്റെ മേലെ മാവ് ഉണ്ടാവാറ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള കാരണം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ചായയുടെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.